വർഷങ്ങളായുള്ള മോഹം ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുകയാണ് പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ്. വീടിന്റെ മതിലിന് ഗേറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കഥകളി ശില്പം തന്നെ വേണമെന്നായിരുന്നു സുരേഷിന്റെ മോഹം. വർഷങ്ങൾക്കിപ്പുറം ആ മോഹവും സാക്ഷാത്കരിച്ചു ഡാവിഞ്ചി സുരേഷ്. നമ്മോടൊപ്പം ശില്പിയും കലാകാരനും ചിത്രകാരനും എല്ലാമായ ഡാവിഞ്ചി സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൊടുങ്ങല്ലൂരിലെ വസതിക്ക് മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. വളരെ ആകർഷകമായ നിരവധി കലാരൂപങ്ങളുടെ ഉടമയാണ്. ഇപ്പോൾ നാം അത്തരമൊരു കലാരൂപത്തെക്കുറിച്ച് കൂടി സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് പുറകിൽ കാണുന്നത് വലിയൊരു കഥകളി രൂപമാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് സ്വന്തം വീടിൻ്റെ ഗേറ്റിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കഥകളും അതും മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ആദ്യം തന്നെ ഇത്തരമൊരു രൂപത്തിൻ്റെ ഒരു ഉദ്ഭവം എന്തായിരുന്നു? ഇത് എൻ്റെ വീട് പണിയുന്നത് 15 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം എന്ന് പറയുന്നത് ഈ ഒരു കഥകളിയുടെ ഈ മുഖത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഗേറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അന്നേ മുതൽ എൻ്റെ മനസ്സിലുള്ളതാണ്. ഇപ്പോഴാണ് നമുക്കിങ്ങനെ ആ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സമയം വന്നത്. കഥകളിയുടെ ആ ഒരു ഫേസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നൊരു ഭംഗി വേറെയാണ്. എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടി വന്നിരിക്കുന്നത്? എത്ര നാളെടുത്തു? ഇത് ശരിക്കും ഇതിന് 13.5 അടി വീതിയും അതുപോലെ തന്നെ 8 അടി ഹൈറ്റും ഉണ്ട്. ഏതാണ്ട് ഒരു 1.5 മാസത്തോളം പണിയെടുത്തിട്ടാണ് നമ്മളിത് ചെയ്തത്. ആദ്യം നമ്മളിത് കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ഓരോ ഷീറ്റിൻ്റെയും കളർ പാറ്റേണുകളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളും ഒക്കെ കൃത്യമായിട്ട് വരച്ചെടുത്ത് കമ്പ്യൂട്ടറിൽ തന്നെ വരച്ചെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഓരോ ഷെയ്ഡുകളും 1 ഇഞ്ച് പ്രൊജക്ഷനിലാണിത് വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ശരിക്കും അന്ന് ഇത് ചെയ്യായിരുന്നെങ്കിൽ നമ്മളത് എന്താ പറയുക കൈകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഇന്നത്തെ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഈ കട്ടിങ്ങിൽ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. നമുക്കിത് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കളറുകൾ സെലക്ട് ചെയ്യാനും ഒക്കെ അത് വെൽഡ് ചെയ്യാനൊക്കെ കുറച്ച് നിറങ്ങൾ ഇതിനകത്ത് ഒരുപാട് നിറങ്ങളുണ്ട്. കാരണം ഒരു കളറിൻ്റെ തന്നെ പാറ്റേൺ ഇപ്പം ഓരോന്നിനും അതിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കളർ പാറ്റേൺ നമ്മൾ ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ സഹായികളുണ്ടായിരുന്നു അതെങ്ങനെ? എൻ്റെ വർക്ക്ഷോപ്പിലുള്ളപ്പോൾ ഇവിടെ ഈ ചലിക്കുന്ന മൂവിങ് മിറാക്കിൾസ് എന്ന് പറഞ്ഞ വലിയ ശില്പങ്ങൾ ചെയ്യുന്നൊരു ശാലയും കൂടിയാണ് ഇവിടെ. വീടിൻ്റെ അകത്ത് തന്നെയാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പണിക്കാരൊക്കെ തന്നെയാണ് നമ്മളിത് പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ണുകളാണ്. ഈ കണ്ണുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാം. പിന്നെ നമ്മളിവിടെ ഹോള് വേണമെന്ന് തുടക്കം മുതലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കാരണം ഇത് മൊത്തം അടഞ്ഞു കിടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ആളുകൾ പോകുന്നതും വരുന്ന ഒരു എയർ സർക്കുലേഷൻ ഇത് എല്ലാം ഈ ഗ്യാപ്പിലുണ്ട്. വീടിനകത്തും ഒരുപാട് ഈ അത്ഭുതങ്ങൾ, ഈ രൂപങ്ങളുടെ ഒക്കെ അത്ഭുതങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കിയ ശില്പങ്ങൾ ഏതൊക്കെ? അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും വർക്കിലിരിക്കുന്നതോ അല്ലെങ്കിൽ പുറത്ത് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയുള്ളതെന്ന് അറിയാം? ഇപ്പോൾ കുറേ വർക്കുകൾ നമ്മൾ കൊടുങ്ങല്ലൂർ താലപ്പൊലി വരുമ്പോഴാണ് എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ശില്പം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി എന്താണ് ഏറ്റവും റിസ്ക് ഉള്ളതും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ശില്പം? ജീവിതത്തിൽ റിസ്ക് ഉള്ള ഒരു എന്താ പറയുക ഒരു ചിത്രം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഒന്ന് വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. 50 അടി വലിപ്പത്തിൽ തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഉള്ളിലൊരു വിക്രം ബത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ ചിത്രം ടൈൽസുകൾ ഉപയോഗിച്ചിട്ട് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്ന് ഒരു ദിവസം കൊണ്ട് സ്കൂബ ഡൈവിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മളായ ഒരു ചിത്രം നമ്മൾ ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ ഒരു വെങ്കല മെഡൽ സമ്മാനമായിട്ട് കിട്ടുകയൊക്കെ ഉണ്ടായിരുന്നു. ഗവർണർ കയ്യുന്നത് സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടി. ഇനിയും മോഹങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വെള്ളത്തിന് മുകളിലും വെള്ളത്തിനടിയിലും തീയിലും പുകയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കല്ലിലും മണ്ണിലൊക്കെ ചെയ്തിട്ടുണ്ട്. 94 മീഡിയങ്ങൾ അത്തരത്തിലുണ്ട്. ഇപ്പം ഇനി മണാലി പോയിട്ട് മഞ്ഞിൻ്റെ മുകളിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഐസിൻ്റെ പുറത്തും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ആളുകളിൽ വലിയ കൗതുകങ്ങളും ആകാംക്ഷകളും ജനിപ്പിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അതുകൊണ്ടാണല്ലോ കടലിനടിയിലും വെള്ളത്തിനടിയിലും മഞ്ഞിലൊക്കെ പോയി ശില്പങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള മോഹങ്ങളുമായി ഇനിയും തൻ്റെ യാത്ര തുടരുകയാണ് ഡാവിഞ്ചി സുരേഷ്. എല്ലാവിധ ആശംസകളും നേരുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.